നിനക്ക് പോയി ചത്തുകൂടെ? പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരിൽ നിന്ന് ഇങ്ങനെ ശകാരം നിറഞ്ഞ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി നമ്മുടെയൊക്കെ മനസ്സ് തകരാൻ. പിന്നെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുമല്ലേ? ഇതുപോലെ ഭർത്താവിൽ നിന്ന് കുത്തുവാക്കുകളും ക്രൂരമർദ്ദനവും ഏറ്റാൽ മരിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്ന സാധാരണ സ്ത്രീകളുണ്ട്. ഏറ്റുമാനൂരിലെ ഷൈനി എന്ന വീട്ടമ്മയെ പോലെ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒട്ടേറെ അമ്മമാർ ഈ നാട്ടിലുണ്ടാകും. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത ചിലർ ധൈര്യപൂർവ്വം ജീവിച്ചു കാണിക്കും. ഇങ്ങനെ ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും ക്രൂരതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന യുവതികളുമുണ്ട്. പക്ഷേ ഏറ്റുമാനൂരിലെ ഷൈനിയെ പോലെ കുറെ നാളുകളായി ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മറ്റൊരു സ്ത്രീയെക്കുറിച്ച് എല്ലാവരും അറിയണം. മക്കളെയും കൂട്ടി മരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ പോരാടുന്ന ഒരു വീട്ടമ്മ. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്. അതുപോലെ നീയും മക്കളെയും കൂട്ടിപ്പോയി ആത്മഹത്യ ചെയ്യുക. ഏറ്റുമാനൂരിലെ ഷൈനിയുടെ വീട്ടിൽ നിന്ന് വിളിപ്പാടകലെയുള്ള മറ്റൊരു വീട്ടിൽ ഇങ്ങനെ ഭർത്താവിന്റെ ക്രൂരതയും കുത്തുവാക്കുകളും അനുഭവിച്ച് ജീവിക്കുന്ന മറ്റൊരു വീട്ടമ്മയുണ്ട്. 2 പെൺമക്കളുടെ അമ്മയായ നേഴ്സ്. വിദേശത്ത് വർഷങ്ങളോളം ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ചോരയും നീരും കളഞ്ഞു പണിയെടുത്ത ആ സ്ത്രീ ഏതാനും നാളുകൾക്ക് മുൻപാണ് തിരികെ നാട്ടിലെത്തിയത്. ഇനി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയ 47-കാരിക്ക് പക്ഷെ മദ്യപാനിയായ ഭർത്താവിൽ നിന്ന് ക്രൂര പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തുന്ന ഭർത്താവ് ജോമോൻ നിരന്തരം ഉപദ്രവിക്കും. മക്കളെയും മർദ്ദിക്കുന്നത് പതിവ്. താൻ നേരിടുന്ന ദുരിത ജീവിതത്തെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടമ്മ ന്യൂസ് 8 വെളിപ്പെടുത്തൽ നടത്തിയത്. വിദേശത്ത് വർഷങ്ങളായി കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്ത വീട്ടമ്മയ്ക്കും 2 പെൺമക്കൾക്കുമാണ് ഭർത്താവ് പേരൂർ സ്വദേശി ജോമോന്റെയും ഭർത്തൃമാതാവ് മറിയാമ്മ ജോണിന്റെയും ക്രൂരത നേരിടേണ്ടി വന്നത്. ജോമോൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം. അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത് കൺജസ്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അമ്മ തുപ്പല്, അമ്മ തെറിയല്ല അശ്ലീലമാണ് പറയുന്നത്. പുറത്തിറങ്ങിയാൽ നമ്മൾ ഇറങ്ങിയ ഉടനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തെറി. ആദ്യം ഫസ്റ്റ് ജോമോനെ എൻ്റെ മോളുടെ കൊങ്ങയ്ക്ക് പിടിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ജോമോനെ പെട്ടെന്ന് തന്നെ പോലീസ് ജോമോനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ല. വൺ വീക്കോളം അവർക്ക് ജാമ്യം കിട്ടാനെങ്ങാണ്ട് ഒരു ടൈം ഓഫ് പീരീഡ് അവർ കൊടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്തൊക്കെ വീട്ടിലുണ്ട്. എന്നും പ്രശ്നങ്ങളായിരുന്നു. പരാതിയെ തുടർന്ന് ഇരുവരെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് വീട്ടമ്മ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നത്. ഈ സമയത്താണ് മാതാവിന്റെ പീഡനം. ചൂടുകാലത്ത് വൈദ്യുതി വിച്ഛേദിച്ചും ഉപദ്രവിക്കും. ഇത് ചോദ്യം ചെയ്തപ്പോൾ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു മാതാവിന്റെ മർദ്ദനം. എന്നെ മോളെ ഒരു റൂമിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് DV ഒക്കെ കിട്ടിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. എന്നും വഴക്കുണ്ടാകുന്നു. അന്ന് വന്ന് കറണ്ട് ഓഫ് ചെയ്യും അമ്മ. 19-കാരിയായ മൂത്ത മകളെയും പിതാവ് വെറുതെ വിട്ടില്ല. പിതാവിന്റെ മർദ്ദനത്തിൽ കഴുത്തിന് മുറിവേറ്റു. ഇക്കാര്യങ്ങൾ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്ന വീഡിയോയും ന്യൂസ് 8 ലഭിച്ചു. This is a daily routine. I got bruises all over my neck. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലോൺ അടയ്ക്കാതിരുന്നപ്പോൾ ഭർത്തൃമാതാവ് വീട്ടമ്മയോട് പറയുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. പണം കിട്ടാത്തതിൽ മറിയാമ്മ ജോൺ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഞാൻ അടച്ചില്ല, എന്റെ പൈസ ഇല്ലായിരുന്നു.
അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. ക്രൂരമായ മർദ്ദനം നേരിട്ടിട്ടും കോടതി നടപടികൾ വൈകുന്നത് വീട്ടമ്മയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് വീട്ടമ്മയോട് ഭർത്താവിന്റെ ചോദ്യം. ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിനിന്റെ അടിയിൽ പോയി. ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് എന്നെ അപേക്ഷിച്ച് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് കയ്യിലിരിക്കുന്ന DV എന്താണെന്നോ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല. അവരുടെ ലക്ഷ്യം എന്നെയും എൻ്റെ മക്കളെയും ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കുക, പുറത്തിറക്കുക, ഞാൻ ഉണ്ടാക്കിയതൊന്നും അവരത് പറയുന്നുണ്ട്. നീ ഇപ്പം എല്ലാ മാസവും ഞാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയും കുടുംബ കോടതിയിലും പോയി നിൽപ്പുണ്ട് എല്ലാ മാസം. അത് ഓരോ മാസം പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ എൻ്റെ മദറിലെ പോയി ഇപ്പം കിട്ടിയല്ലോ നിനക്ക്, ഇപ്പം കിട്ടിയല്ലോ, നീ അങ്ങോട്ട് കൊട്ടയിൽ വാരിക്കൊണ്ടാണല്ലോ കോടതിയിൽ നിന്ന് വരുന്നതെന്ന്. അതായത് അത്രയും നമ്മളെ മോശമാക്കിയാണ് അത് സംസാരിക്കുന്നത്. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കുറുവ സംഘത്തിലെ കുപ്രസിദ്ധ മോഷ്ടാവും ഏറ്റവും അപകടകാരിയുമാണ് കട്ടുപൂച്ചൻ എന്ന രാമനാഥപുരം സ്വദേശി. മോഷണത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നതാണ് ഇയാളുടെ രീതി. ആലപ്പുഴ മണ്ണഞ്ചേരിയെ വിറപ്പിച്ച കുറുവ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് കട്ടുപൂച്ചനെ കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളുടെ കൂട്ടാളികളെല്ലാം അറസ്റ്റിലായപ്പോഴും പോലീസിന് അയാൾ പിടികൊടുത്തില്ല. ഒടുവിൽ മണ്ണഞ്ചേരി പോലീസ് മധുരയിൽ നിന്ന് കട്ടുപൂച്ചനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2012 കവർച്ചാ കേസിൽ പിടിയിലായ കട്ടുപൂച്ചൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കുറുവ സംഘത്തിനൊപ്പം ചേരുകയായിരുന്നു. നാടിനെ ആശങ്കയിലാക്കിയ കുറുവ സംഘാംഗങ്ങളെ ഒന്നൊന്നായി പിടികൂടി അവസാന കണിയിലേക്കെത്തി സംസ്ഥാന പോലീസിന് അഭിമാനമാവുകയാണ് മണ്ണഞ്ചേരി പോലീസ്. കഴിഞ്ഞ നവംബർ മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മോഷണ പരമ്പരയിലെ അവസാന കണ്ണിയാണ് കട്ടുപൂച്ചൻ. ഏറ്റവും അപകടകാരിയായ കുറുവ സംഘാംഗം 2012 മാരാരിക്കുളത്ത് അമ്മയെയും മകളെയും വീട്ടിൽ കയറി ഉപദ്രവിച്ച് മോഷണം നടത്തിയ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. ആ കേസിൽ 18 വർഷം കഠിന തടവാണ് കട്ടുപൂച്ചന് ലഭിച്ചത്. പിന്നീട് കോവിഡ് കാലത്ത് ഇയാൾ ശിക്ഷാ ഇളവ് ലഭിച്ച് പുറത്തിറങ്ങി. എന്നാൽ വീണ്ടും കട്ടുപൂച്ചൻ മോഷണത്തിൽ സജീവമാവുകയായിരുന്നു. പുന്നപ്രയിൽ വീട് കയറി 2.5 പവൻ മോഷ്ടിച്ചു. രക്ഷപ്പെടുന്നതിനിടയിൽ പിടിക്കാൻ ശ്രമിച്ച കളരി അഭ്യാസിയായ യുവാവിനെ ആക്രമിച്ച് മൂക്കിന്റെ പാലം തകർത്തു. അതീവ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിയാണ് കട്ടുപൂച്ചനെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. സന്തോഷ് സെൽവം ഉൾപ്പെടെ ആലപ്പുഴയിലെത്തിയ മുഴുവൻ കുറുവ സംഘാംഗങ്ങളെയും മണ്ണഞ്ചേരി CI ടോൾസന്റെ നേതൃത്വത്തിലുള്ള ടീം അതിസാഹസികമായാണ് പിടികൂടിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള ഈ പ്രതി, അതായത് ഈ കട്ടുച്ചൻ എന്നറിയപ്പെടുന്ന ഈ പ്രതി, ഇയാൾ 18 വർഷത്തോളം ഇയാൾ കഠിന നടപടി ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഇളവ് നൽകി അദ്ദേഹത്തെ അയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇതും വളരെ സാഹസികമായിട്ട് ആണ് അവിടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ കുറുവ ഓപ്പറേഷനിൽ ഉൾപ്പെട്ട പ്രതികളെ, നവംബറിൽ ഭീതി പടർത്തിയ പ്രതികളുടെ അവസാന കണ്ണി എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണമാണ് കട്ടുപൂച്ചന്റെ രീതി. ആലപ്പുഴയിൽ നിന്ന് ഇയാൾ കോട്ടയത്തും തൃശൂരും എത്തിയിരുന്നു. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് പിടികൂടാനായത്. തമിഴ്നാട്ടിൽ നിലവിൽ 2 കേസുകളുണ്ട്. കഴിഞ്ഞ 26 മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കട്ടുപൂച്ചൻ ഇന്നലെ പിടിയിലാകുന്നത്.
മണ്ണഞ്ചേരി CI ടോൾസനെ കൂടാതെ ASI ഉല്ലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജഗദീഷ്, ഷൈജു, രജീഷ് എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ടീം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നാട്ടിലെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചെറിയ സംഘർഷങ്ങളും അടിപിടിയുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. കൊല്ലം അഞ്ചാലുമൂടിൽ ഉത്സവാഘോഷ യാത്ര നടക്കുമ്പോൾ ഉണ്ടായ ചെറിയ തർക്കം കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ചു. ഗതാഗത നിയന്ത്രണത്തിനിടയിൽ യുവാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. അതിനിടെയാണ് കൊല്ലം പനയം സ്വദേശി അനിൽകുമാർ കൊല്ലപ്പെട്ടത്. കേസിൽ ഇയാളുടെ സുഹൃത്ത് അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7:45 പനയം ക്ഷേത്രത്തിലെ വിളക്കുത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര കടന്നു വന്നപ്പോൾ പ്രദേശത്തെ അനിൽകുമാറും അജിത്തും ധനേഷും ഗതാഗത നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരുന്നു. വാഹനങ്ങൾ ബ്ലോക്കായപ്പോൾ വഴിതിരിച്ചു വിടുന്നതിനെ ചൊല്ലി അനിൽകുമാറും അജിത്തും തർക്കത്തിലായി. അജിത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അനിൽകുമാറിനെ കുത്തുകയായിരുന്നു. ആലുമൂട് ജംഗ്ഷന് സമീപം പ്രതി അനിൽകുമാറിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ നെഞ്ചിലും വാരിയലിന്റെ ഭാഗത്തും തുരുതുരെ കുത്തി മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. തടസ്സം പിടിക്കാനെത്തിയ സുഹൃത്ത് ധനേഷിനെയും അജിത്ത് നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്താൻ നോക്കിയതായും FIR-ൽ പറയുന്നു. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് അനിൽകുമാറിനെ അഞ്ചാലമ്മൂട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ധനേഷിനെ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ അജിത്തിനെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിന്റെ പങ്ക് ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. മേഘയെ അവസാനമായി ഫോണിൽ വിളിച്ചത് സുഗാന്ത് തന്നെയെന്നാണ് വിവരം. യുവതിയെ മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചതോടെ ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. പ്രതി ചേർക്കുമെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ മലപ്പുറം സ്വദേശി സുഗാന്ത് ഒളിവിലാണിപ്പോൾ. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരച്ചിൽ നടത്തിയിട്ടും യുവാവിനെ കണ്ടെത്താനായില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസ് പറയുന്നു. അതിനിടെ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് പിന്മാറിയതാണ് മേഘയുടെ ആത്മഹത്യ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിക്കുമ്പോൾ 80 രൂപ മാത്രം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മേഘയെ ആൺസുഹൃത്ത് സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മലപ്പുറം എടപ്പാളിലെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. മേഘയുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ കോഡുകളും പോലീസ് പരിശോധിച്ചു. മരിക്കുന്നതിന് മുൻപുള്ള ദൈർഘ്യമേറിയ കോൾ സുഗാന്തിൻ്റെത് ആണെന്ന് പോലീസ് പറയുന്നു. 8 മിനിറ്റ് ഇരുവരും തമ്മിൽ സംസാരിച്ചു. മേഘയുടെ കുടുംബം ആരോപിച്ചതുപോലെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പലപ്പോഴും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നതായും സ്ഥിരീകരണമുണ്ട്. ഇതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്തനംതിട്ടയിലെ വീട്ടിലെത്തി മേഘയുടെ കുടുംബാംഗങ്ങളെ കണ്ടു. അന്വേഷണം ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും അന്വേഷണത്തിന് ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളൊക്കെ പറഞ്ഞത് കേട്ടു, മനസ്സിലാക്കി. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരക്കെയുള്ള എല്ലാവരുടെയും സംശയം തന്നെയാണ്. സെൻട്രൽ IBയിൽ അതിനൊരു ഫാസ്റ്റ് ഡ്രൈവ് മൊഡാലിറ്റി എന്താണെന്നുള്ളത്
അമിത്ഷാജിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്നൊരു നീക്കം ആണ് ഒരുപക്ഷെ ഓവർ റൂൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം ചാക്കിക്ക് സമീപം റെയിൽവേ പാളത്തിൽ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേഘയുടെ മരണത്തിലേക്ക് നയിച്ചത് എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷുമായുള്ള സൗഹൃദമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്കൂളുകളിലും പുറത്തും വിദ്യാർത്ഥികൾ തമ്മിലുള്ള തമ്മിലടി ഇപ്പോൾ വെറും കുട്ടിക്കളിയായി കാണാൻ കഴിയില്ല. താമരശ്ശേരിയിലെ ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മനോഭാവം ഇപ്പോഴത്തെ പല കുട്ടികൾക്കുമുണ്ട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ കൂട്ടുകാരെയും സഹപാഠികളെയും ആയുധം ഉപയോഗിച്ച് പോലും ആക്രമിക്കുന്നവർ. കഴിഞ്ഞ ദിവസം മലപ്പുറം വേങ്ങരയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടിയത് ഇതിന്റെ തുടർച്ചയാണ്. വേങ്ങര GHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏറ്റുമുട്ടിയത്. പിന്നാലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വേങ്ങര GHSSലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളുമാണ് ഏറ്റുമുട്ടിയത്. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾ വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. മുൻപുണ്ടായിരുന്ന ഏതോ പ്രശ്നത്തിന്റെ പേരിൽ +2 വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും മാസ് BGM ചേർത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ പോലീസിൽ നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ചോരയൊലിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ നിന്ന് ക്രൂരമായ മർദ്ദനമാണ് നടന്നതെന്നും വ്യക്തമാകും. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷവും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന് അയവൊന്നും വന്നിട്ടില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിയുന്ന ദിവസം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് വേങ്ങരയിലെ സംഘർഷം. ന്യൂസ് 18 തിരൂർ. മാതാപിതാക്കൾ ജോലിക്കായി പോകുമ്പോൾ പല കുടുംബങ്ങളിലും മക്കൾ തനിച്ചാകുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണെങ്കിൽ സൂക്ഷിച്ചോണം. കൊല്ലം ചാത്തന്നൂരിൽ അംഗപരിമിതിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അയൽവാസിയാണ്. വീട്ടിൽ ആരുമില്ലാതിരുന്ന തക്കത്തിന് പിൻവാതിലിലൂടെ അകത്തു കയറിയാണ് പ്രതി അതിക്രമം കാട്ടിയത്. പെൺകുട്ടിയുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറസ്റ്റിലായ യശോധരൻ. മരം മുറിപ്പ്, തെങ്ങിൽ മരുന്ന് തളിക്കുന്ന ജോലിയാണ് യശോധരന്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കി വീടിന്റെ പിൻവാതിൽ തള്ളി തുറന്ന് വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കടന്നുപിടിക്കുകയും തറയിൽ തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെൺകുട്ടി നിലവിളിച്ചു ബഹളമുണ്ടാക്കുകയും പ്രതിയെ തള്ളിമാറ്റി രക്ഷപ്പെട്ടതിനു ശേഷം ഫോണിലൂടെ സഹോദരനെ വിവരമറിയിക്കുകയുമായിരുന്നു. സഹോദരനും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ പ്രതിയെ പിടികൂടുകയും തുടർന്ന് ചാത്തന്നൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു.
അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച് നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുൻ CPM ചാത്തന്നൂർ കുടുക്കറ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പ്രതിയെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി പുറത്താക്കിയിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് മുക്കത്ത് സാമൂഹ്യ വിരുദ്ധരും ലഹരി സംഘങ്ങളും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർക്കുകയാണ്. രാത്രി സമയങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ മുക്കം അഗസ്ത്യാമൂഴിയിലാണ് പഴക്കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. പൂവത്തിക്കണ്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ ഫ്രൂട്ട്സ് കട അടിച്ചു തകർത്ത സാമൂഹ്യ വിരുദ്ധർ കട ഉടമയെയും ആക്രമിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മുക്കം അഗസ്ത്യമൂഴിയിൽ സംസ്ഥാന പാതയോരത്തെ തെരുവോര ഫ്രൂട്ട്സ് കടയ്ക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. ഇവിടെ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന പൂവത്തിക്കണ്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ കട അടിച്ചു തകർത്ത സംഘം കച്ചവടം ചെയ്യുന്ന തട്ടും മറ്റു ഉപകരണങ്ങളും വലിച്ചെറിയുകയും പഴങ്ങൾ വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കച്ചവടം ചെയ്യുന്നതിനെതിരെ 2 പേരെത്തി കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ പുലർച്ചെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ സംഘടിച്ചെത്തി കട അടിച്ചു തകർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞു. ഞാൻ രാത്രി സാധനം എടുക്കാൻ പോയി മഞ്ചേരി. തിരിച്ചു വരുമ്പോൾ ഇന്നുകൊണ്ട് അടുത്ത കടക്കാരൻ ഒരു 6 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ എൻ്റെ പെട്ടിയും ഇതൊക്കെ ഇട്ട് താഴോട്ടിട്ടാണ്, അപ്പോൾ നീ പെട്ടെന്ന് വാറിഞ്ഞു. അപ്പം ഞാൻ മഞ്ചേരിയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സാധനം എടുത്ത് അത് ബാക്കിയില്ല എടുക്കാതെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ താഴെ മൊത്തം ഇവിടെ വലിച്ചിട്ട് താഴോട്ടിട്ടാണ്. പിന്നെ എനിക്ക് 2-3 ഭീഷണി ഉണ്ട് ഇനി. കാരണം ഞാൻ ലോറി ഡ്രൈവറാണ്, ഉണ്ണിമോൻ്റെ അനിയന് എന്ന് പറഞ്ഞിട്ട് 2 ആൾ വന്നീന്. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഞാൻ ലോറി ഡ്രൈവറാണ്, അത് കുത്തി എൻ്റെ താഴത്തിടും, ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചോ, കറക്റ്റായിട്ട് എഴുതി വെച്ചോ, ഞാനിത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് 2 ആൾ ഭീഷണി 2-3 പ്രാവശ്യം അവർ എൻ്റെ കടവെന്ന് പറഞ്ഞു, എല്ലാവരും മുന്നൊന്നും പറഞ്ഞു. സംഭവത്തിൽ കട ഉടമ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ പിടികൂടണമെന്നും കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി. പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ നീക്കമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി പുലർച്ചക്കാണ് ചില സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഈ തെരുവോര കച്ചവടക്കാരെ നമ്മളെ യൂണിയന്റെ പ്രതിനിധിയുടെ കച്ചവടം നശിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ചില സാമൂഹ്യദ്രോഹികൾ വന്ന് പറഞ്ഞിരുന്നു ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഇവിടെ നശിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക്, തെരുവോര കച്ചവടക്കാർക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തണം. അതിന് ഇതിന്റെ പേരിൽ ശക്തമായ നടപടിയെടുത്ത് പോലീസ് മുമ്പോട്ട് പോകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമര നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. മുക്കത്തും സമീപ പ്രദേശങ്ങളിലും സാമൂഹ്യ വിരുദ്ധരും ലഹരി സംഘങ്ങളും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്നുമുണ്ട്. ന്യൂസ് 18 മുക്കം. വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കോട്ടയം പനച്ചിക്കാട് സ്വദേശി സതീഷിന് സംഭവിച്ചത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രി സതീഷ് വാക്കത്തിയുമായി സുഹൃത്തിന്റെ വീട്ടിലെത്തിയതാണ്. എന്നാൽ സുഹൃത്ത് സജിയും മകനും ചേർന്ന് സതീഷ് കൊണ്ടുവന്ന വാക്കത്തി പിടിച്ചു വാങ്ങി അയാളെ തന്നെ ആക്രമിച്ചു. സാരമായി പരിക്കേറ്റ സതീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിനിടെ സജിക്കും ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പിക്കപ്പ് പാർക്ക് ചെയ്ത ശേഷം സജിയുടെ വീട്ടിലേക്ക് കയറി വന്ന സതീഷുമായി തർക്കമുണ്ടായി. തുടർന്ന് സജിയും മകനും ചേർന്ന് സതീഷിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സതീഷ് കൊണ്ടുവന്ന വാക്കത്തി പിടിച്ചു വാങ്ങി തിരിച്ചു വെട്ടി. സാരമായി പരിക്കേറ്റ സതീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സജിയെയും മകനെയും ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ബഹളത്തെ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതോടെയാണ് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തിയത്. സജിയുടെ ഭാര്യയ്ക്കും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമത്തിന്റെ കാരണമെന്തെന്ന അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം മാറ്റിങ്ങലിൽ നാട്ടുകാരുടെ പേടി സ്വപ്നമാണ് കൊച്ചൻ എന്ന് വിളിക്കുന്ന ആകാശ്. വധശ്രമം, പിടിച്ചുപറി തുടങ്ങി 15ഓളം കേസുകളിലെ പ്രതിയായ ആകാശ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ്. കഴിഞ്ഞ രാത്രി പ്രദേശത്ത് വീണ്ടും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ആകാശും മറ്റൊരു സംഘവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. നിരവധി കേസുകളിലെ പ്രതിയായ സബീറിനാണ് കുത്തേറ്റത്. കേസിൽ ആകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ആകാശ്. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കടക്കാവൂർ, കഠിനംകുളം പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം, ദേഹോപദ്രവം, പിടിച്ചുപറി തുടങ്ങി 15ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ചിറയൻകീഴ് സ്വദേശി സബീർ എന്നയാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ആകാശിനെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകാശും മറ്റൊരു സംഘവും തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷം നടന്നിരുന്നു. ആറ്റിങ്ങൽ രാമച്ചവിളയിൽ പണി നടന്നു വരുന്ന ബൈപ്പാസ് സർവീസ് റോഡിൽ വെച്ച് ആകാശിനെ ആക്രമിക്കാൻ വന്ന സബീറിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. സബീറുമായുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റ സബീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കാക്കിയിട്ട കൈക്കൂലിക്കാർ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. സാധാരണക്കാരിൽ നിന്ന് വരെയും പണം കൊള്ളയടിക്കുന്ന പോലീസുകാരെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ആലുവയിൽ മരിച്ചയാളുടെ ബാഗിൽ നിന്നാണ് ഒരു പോലീസുകാരൻ പണം അപഹരിച്ചത്. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഇതര സംസ്ഥാനക്കാരന്റെ ബാഗിൽ നിന്ന് പണം അടിച്ചുമാറ്റിയ SIയെ ഒടുവിൽ സസ്പെൻഡ് ചെയ്തു. ആലുവയിലെ ഗ്രേഡ് SI സലീമിനെതിരെയാണ് നടപടി. ഇതര സംസ്ഥാനക്കാരന്റെ ബാഗിൽ നിന്ന് 3000 രൂപയാണ് പോലീസുകാരൻ മോഷ്ടിച്ചത്. ഇൻക്വസ്റ്റ് ചെയ്യാൻ സഹായിച്ച ആളിന് നൽകാനാണ് പണം എടുത്തതെന്നാണ് SIയുടെ വിശദീകരണം. ഈ മാസം 19-നാണ് ആലുവയിൽ രാജസ്ഥാൻ സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ മരിച്ചത്. ഇയാളുടെ പേഴ്സിലുണ്ടായിരുന്ന 8000 രൂപയിൽ നിന്ന് 3000 രൂപ മോഷ്ടിച്ചെന്നാണ് വിവരം. മരണപ്പെട്ടയാളുടെ കൈവശമുണ്ടായിരുന്ന പണവും മറ്റു വസ്തുക്കളും പോലീസ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു മോഷണം നടന്നത്. ബന്ധുക്കൾക്ക് തിരികെ നൽകാനായി വസ്തുവകകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ പേഴ്സിൽ നേരത്തെ എണ്ണിയതിലും പണം കുറവുള്ളതായി കണ്ടു. സംശയം തോന്നി സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് SI യു സലീം പണം കവർന്നെന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇൻക്വസ്റ്റ് ചെയ്യാൻ സഹായിച്ച ആളിന് നൽകാനാണ് പണം എടുത്തതെന്നാണ് SIയുടെ വിശദീകരണം. ഈ വിശദീകരണം തൃപ്തിയാകാത്തതിനെ തുടർന്ന് എറണാകുളം റൂറൽ SP SIയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പെരുമ്പാവൂർ, കോതമംഗലം സ്റ്റേഷനുകളിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന സലീം മുൻപും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നടപടി നേരിട്ടയാളാണ്. ന്യൂസ് 18 കൊച്ചി. പെൺകുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ വെറുതെ പോയി ഹായ് സന്ദേശം അയച്ചേക്കരുത് കേട്ടോ. അവളുടെ കാമുകൻ ഗുണ്ടയോ ക്രിമിനലോ ആണെങ്കിൽ പണി കിട്ടുമെന്ന് ഓർത്തോണം. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി ജിബിൻ വെറുതെ ഒരു ഹായ് സന്ദേശം അയച്ചതാണ്. പിന്നാലെ ഭീഷണിയും ക്രൂരമായ ആക്രമണവും. യുവാവിനെ മർദ്ദിച്ച കേസിൽ അരൂക്കുറ്റി സ്വദേശി പ്രഭജിത്ത്, അരൂർ സ്വദേശികളായ യദുകൃഷ്ണൻ, അജയ് ബാബു, ഇടക്കൊച്ചി സ്വദേശിനി മേരി സെലിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപ് പ്രതിയായ സെലിൻ ജിബിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.
ജിബിനെ തട്ടിക്കൊണ്ടുപോയി അക്രമി സംഘം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ജിബിന്റെ വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ക്ഷതമേറ്റു. ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ജിബിൻ സെലിന് ഇൻസ്റ്റഗ്രാമിൽ ഹലോ എന്ന സന്ദേശം അയച്ചിരുന്നു. മുഖ്യപ്രതിയായ പ്രഭജിത്തിന്റെ പെൺസുഹൃത്താണ് സെലിൻ. ഇതാണ് പ്രകോപനത്തിന് കാരണം. അരൂക്കുറ്റി പാലത്തിൽ വെച്ച് ഗുണ്ടകൾ തടഞ്ഞു നിർത്തി ജിബിനെ ക്രൂരമായി മർദ്ദിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങും വഴി അരൂക്കുറ്റി പാലത്തിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ജിബിൻ. ഈ സമയം ഇവിടെ എത്തിയ പ്രതികൾ ജിബിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് പാലത്തിൽ നിന്നും ജിബിന്റെ ബൈക്കിൽ തന്നെ അരൂക്കുറ്റിക്കടുത്തുള്ള ഒഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. സെലിൻ പ്രഭജിത്ത് മർദ്ദിക്കും മുമ്പ് ഫോണിൽ വിളിച്ച് ജിബിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നാലെയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. വധശ്രമ കേസിൽ പ്രേരണാകുറ്റത്തിനാണ് സെലിനെ പ്രതി ചേർത്തിട്ടുള്ളത്. റിമാൻഡിനായി കൊണ്ടുപോകുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ കൈയുയർത്തി വിജയചിഹ്നം കാട്ടിയാണ് സെലിൻ ജയിലിലേക്ക് പോയത്. ന്യൂസ് 18 ആലപ്പുഴ. ഈ നാട്ടിലെ പല വീടുകളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ പേടിയാകും. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനം, മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ ഭർത്താവിന്റെ ആക്രമണം, ഒടുവിൽ സഹികെട്ട് യുവതികളുടെ ആത്മഹത്യ, ഭർത്താവിന്റെ കൊലക്കത്തിക്ക് ഇരകളായ നിരവധി സ്ത്രീകളും ഈ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം കോണംപാറയിൽ ഭർത്തൃ വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. ഒളവട്ടൂർ സ്വദേശിനി റെജിലയാണ് ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയത്. കേസിൽ ഭർത്താവ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റെജിലയുടെ ആന്തരിക അവയവങ്ങൾക്കും തലയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. പ്രതിക്കെതിരെ വധശ്രമം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. അച്ഛന്റെ ക്രൂരതയിൽ ഇവിടെ അനാഥരായത് 2 കുഞ്ഞുങ്ങളാണ്. ഈ നാട്ടിലെ ദമ്പതികളോടായി പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നേ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.